ഇതുണ്ട്. ഇപ്പം നമ്മുടെ മോട്ടറെന്ന് വെച്ച് കഴിഞ്ഞാൽ കറങ്ങുന്നില്ല, അതിൻ്റെ അകത്ത് മൂടിച്ച് മാത്രമേ ഉള്ളൂ. അത് ഇവിടെ സ്റ്റക്കായി നിൽക്കുന്നതുകൊണ്ടാണ്. നമ്മുടെ മോട്ടറിൻ്റെ കോലം ഇതാണ്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാം, നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് ഉരുകിയിരിപ്പുണ്ട്. ഇവിടെ ഉരുകിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അഴിച്ചു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ കപ്പാസിറ്ററിൻ്റെ അവസ്ഥ. അപ്പോൾ നമുക്കിത് മാറിയിട്ട് നമുക്കിതിൻ്റെ വാല്യൂ ശരിക്കും കാണത്തില്ല. പക്ഷേ നമ്മൾ ഇവിടെ ഇത് വെച്ചതനുസരിച്ചിട്ട് 25 മൈക്രോഫാഡ് ആണ് പറഞ്ഞിരിക്കുന്നത്. കപ്പാസിറ്റർ 25 മൈക്രോഫാഡ് 440 വോൾട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് പ്രകാരം നമ്മൾ വാങ്ങിച്ചതാണ് ഈ കപ്പാസിറ്റർ 25 മൈക്രോഫാഡ് 440 വോൾട്ട്. പക്ഷേ ഇത് നമ്മുടെ സൈസ് നോക്കുമ്പം 2 സൈസിലാണ് ഇരിക്കുന്നത്. പക്ഷെ നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. കണക്ട് ചെയ്യാനായിട്ട് വേറെ ഒന്നുമില്ല, സിമ്പിളാണ്. 2 വയറുണ്ട്, ഇതിന് പൊളാരിറ്റി ഒന്നുമില്ല. നമ്മൾ ഈ 2 വയർ കട്ട് ചെയ്ത് റിമൂവ് ചെയ്യുക, ഇത് കൊടുക്കുക, എന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. സ്റ്റാർട്ടായെങ്കിൽ നമ്മുടെ മോട്ടർ വർക്കായി എന്നുള്ളതാണ്. നമ്മൾ നോക്കുമ്പം ചെറിയ എർത്തുണ്ട് ഇവിടെ. ഇത് കണ്ടോ, ചെറുതായിട്ടൊക്കെ ഉരുകിയൊക്കെ ഇരിപ്പുണ്ട്. പക്ഷേ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ കപ്പാസിറ്ററിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ എന്താ പറയുന്നത്, ഇത് ചൂടായി ഇത് വിട്ടു പോന്നിട്ടുണ്ട്. അതായത് മൊത്തം 4 വരാനുള്ളത്. 2 കപ്പാസിറ്ററിൻ്റെ, പിന്നെ ഈ 2 നമ്മുടെ കറണ്ട് കൊടുക്കുന്നതാണ്. അപ്പം ഇതും കൂടെ നമുക്ക് കറക്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് ഇൻസ്റ്റലേഷൻ ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മൾ 4 കണക്ഷൻസും വൃത്തിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് മോട്ടർ ഒന്ന് ഇട്ട് നോക്കാം. അപ്പം നമ്മുടെ മോട്ടർ സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ പരിപാടിയാണ്. പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ സൂക്ഷിക്കുക, കാരണം 240 വോൾട്ട് AC ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് സ്വിച്ചൊക്കെ ഓഫ് ചെയ്ത് പറ്റുമെങ്കിൽ തന്നെ ഫ്യൂസ് തന്നെ ഊരി നമ്മൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടി. കാരണം മോട്ടറൊക്കെ നനവുണ്ടെങ്കിലൊക്കെ ചെറിയ എർത്തൊക്കെ അടിക്കാൻ വേണ്ടിയൊക്കെ ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പം അത് നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് ചെയ്യുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.